रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। രാമപഥം എന്ന ഈ വീഡിയോ ശ്രേണിയുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഒന്നാം ഭാഗത്തിൽ നാം ആദികാവ്യം ഉണ്ടായത് എങ്ങനെ എന്ന് കണ്ടുവല്ലോ. നമ്മുടെ പ്രതിപാദ്യ വിഷയം അധ്യാത്മരാമായണമായതിനാൽ അതിലേക്ക് നേരിട്ട് കടക്കാം. കഥകൾ വിട്ടുപോകാതെ ശ്രവിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തുമല്ലോ. അധ്യാത്മരാമായണത്തിൽ രാമകഥയും അതിൻ്റെ പ്രാധാന്യവും പരമശിവൻ പാർവതിക്ക് പറഞ്ഞുകൊടുക്കുന്നതായി എഴുതിയിരിക്കുന്നു. വ്യാസൻ എഴുതിയ അധ്യാത്മരാമായണം നമ്മുടെ ഭാഷാപിതാവ് ഒരു പനന്തത്തെക്കൊണ്ട് ശാരിക പൈതൽ പറയിക്കുന്നതായി എഴുതിയിരിക്കുന്നു. ആദികവി വാൽമീകിക്കും വേദവ്യാസനും തുഞ്ചത്തെഴുത്തച്ഛനും ശതകോടി പ്രണാമം. ശ്രീരാമസ്മൃതിയോടെ തുടങ്ങാം. കോസലം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അയോധ്യ എന്ന മഹാരാജ്യം, 3 ലോകങ്ങളിലും പ്രസിദ്ധനും പരാക്രമശാലിയും സൂര്യവംശജനുമായ ദശരഥ മഹാരാജാവിൻ്റെ അയോധ്യ. ധനധാന്യ സമ്പന്നതയും ഐശ്വര്യദായിനിയുമായ ഭൂമി. എന്നാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടും രാജാവിനെ പുത്രനില്ല എന്ന ദുഃഖം അലട്ടിക്കൊണ്ടിരുന്നു. സൂര്യവംശ ഗുരുവായ വസിഷ്ഠ മുനിയുടെ ഉപദേശപ്രകാരം ദശരഥൻ പുത്രകാമേഷ്ടിയാഗം നടത്തുവാൻ തീരുമാനിക്കുന്നു. വിഭാണ്ഡക മുനിയുടെ പുത്രനായ ഋഷ്യശൃംഗനെ മുഖ്യ പുരോഹിതനാക്കി പുത്രകാമേഷ്ടിയാഗം തുടങ്ങി. ഹോമാഗ്നിയിൽ നിന്ന് സ്വർണവർണ്ണത്തോടെ അഗ്നിദേവൻ ഉയർന്നു വന്നു. അഗ്നിദേവൻ ഒരു പാത്രത്തിൽ പായസവുമായാണ് വന്നത്. രാജാവിനോടായി അദ്ദേഹം ഈ പായസം പത്നിക്ക് കൊടുക്കൂ, അങ്ങയ്ക്ക് പുത്രഭാഗ്യം വന്നു ചേരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. യാഗശാലയിൽ ദശരഥൻ്റെ ആദ്യ പത്നിയായ കൗസല്യയും രണ്ടാം പത്നിയായ കൈകേയിയും എത്തി. അവർക്കിരുവർക്കുമായി രാജാവ് പായസം പകുത്തു നൽകി. എന്നാൽ അവർ ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ച പായസത്തിൻ്റെ പകുതി വീതം ദശരഥൻ്റെ മൂന്നാം പത്നിയായ സുമിത്രയ്ക്ക് നൽകി. 3 രാജ്ഞിമാരും ഗർഭം ധരിച്ചു. മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി നാളിൽ പുണർതം നക്ഷത്രത്തിൽ കർക്കിടക ലഗ്നത്തിൽ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു മധ്യാഹ്നത്തിൽ കൗസല്യ ആ കുട്ടിക്ക് ജന്മം നൽകി. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായി ശ്രീരാമൻ്റെ ജനനം. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. മഞ്ഞപ്പട്ട് ധരിച്ച് നീലകളയവരത്തോടുകൂടി ആ തേജസ്വിയെ കാണുവാൻ കൗസല്യയ്ക്ക് ഭാഗ്യമുണ്ടായി. ചതുർഭുജങ്ങളിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ, ചെന്താമരപ്പൂ ഇതൾ പോലെ നയനങ്ങൾ, പുഞ്ചിരി തൂകുന്ന ശാന്തമായ മുഖം, ഭഗവാന്റെ അടയാള മുദ്രയായ ശ്രീവത്സം എന്ന മറുക്, ആഭരണാലങ്കൃതമായ ദിവ്യ ശരീരം. ഇങ്ങനെ ഒരു പുത്രനെ ലഭിച്ച സന്തോഷത്താൽ കൗസല്യ വികാരാധീനയായി ഭഗവാനെ നോക്കി നിന്നു. പെട്ടെന്ന് കൗസല്യയിലെ അമ്മ ഉണർന്നെഴുന്നേറ്റു. അവർ ഭഗവാനോട് അഭ്യർത്ഥിച്ചു, ഭഗവാനെ, അങ്ങ് എൻ്റെ പുത്രനാണ്. എനിക്ക് മതിയാവോളം, കൊതി തീരുവോളം എൻ്റെ പുത്രനെ താലോലിക്കണ്ടേ. അതിനാൽ ഈ രൂപത്തിൽ നിന്ന് അങ്ങ് ബാലരൂപത്തിലേക്ക് വന്നാലും. ഒരു ചെറുചിരിയോടെ ഭഗവാൻ പെട്ടെന്ന് ഒരു കൈക്കുഞ്ഞായി മാറി. അടുത്ത ദിവസം പൂയം നക്ഷത്രത്തിൽ കൈകേയി ഒരു ബാലന് ജന്മം നൽകി, ഭരതൻ. പിറ്റേന്ന് ആയില്യം നക്ഷത്രത്തിൽ സുമിത്ര 2 പുത്രന്മാർക്ക് ജന്മം നൽകി, ലക്ഷ്മണനും ശത്രുഘ്നനും. ആനന്ദസ്വരൂപനായ പരമാത്മാവ് എന്നും എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനെന്നും അർത്ഥം വരുന്നതിനാലാണ് വസിഷ്ഠമുനി കൗസല്യാപുത്രന് രാമൻ എന്ന് നാമകരണം ചെയ്തത്. ഭരണത്തിൽ അതിനിപുണനായി വരുമെന്നറിഞ്ഞാണ് കൈകേയി പുത്രന് ഭരതൻ എന്ന് നാമകരണം ചെയ്തത്. സർവ്വലക്ഷണങ്ങളും തികഞ്ഞ ബാലനായതിനാൽ സുമിത്രാത്മജനെ ലക്ഷ്മണനെന്നും ശത്രുക്കളെ സംഹരിക്കാൻ കെൽപ്പുള്ളവൻ എന്ന അർത്ഥത്തിൽ 4ാമനെ ശത്രുഘ്നെന്നും വസിഷ്ഠമുനി നാമകരണം ചെയ്തു.
കോസല രാജ്യമാകെ സന്തോഷം നിറഞ്ഞു നിന്നു. അയോധ്യയിലെ കൊട്ടാരത്തിൽ ഉത്തമന്മാരായി 4 കുട്ടികളും വളർന്നു വന്നു. രാജഗുരുവായ വസിഷ്ഠൻ കുട്ടികളെ അവരുടെ കൗമാരാവസ്ഥയിൽ ഉപനയനം നടത്തി. കുട്ടികൾ വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ച് മിടുക്കന്മാരായി വളർന്നു വന്നു. ധനുർവേദത്തിൽ ഇവർ 4 പേരും പ്രഗത്ഭരായി വന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്തി. മുനിയെ കണ്ട് സന്തോഷത്തോടെ ഭയഭക്തിയോടെ ആനയിച്ചിരുത്തിയ ശേഷം ദശരഥൻ അദ്ദേഹത്തോട് പറഞ്ഞു: മഹാമുനെ, അങ്ങയുടെ സന്ദർശനം എന്നെയും എൻ്റെ രാജ്യത്തെയും ധന്യമാക്കി. പറഞ്ഞാലും പ്രഭു, എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? അതെന്തായാലും ഞാൻ സാധിച്ചു തരും. സംതൃപ്തനായ വിശ്വാമിത്രൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു: രാജൻ, ഞാൻ അമാവാസി തോറും ഒരു യാഗം നടത്താറുണ്ട്. എന്നാൽ സുബാഹു എന്നും മാരീചൻ എന്നും പേരുള്ള 2 അസുരന്മാർ എൻ്റെ യാഗം മുടക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ വധിച്ച് ഭൂമിയെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി അങ്ങയുടെ പുത്രന്മാരായ രാമനെയും ലക്ഷ്മണനെയും എന്നോടൊപ്പം അയക്കൂ. വിശ്വാമിത്രൻ്റെ വാക്കുകൾ കേട്ട് രാജാവ് അർത്ഥപ്രജ്ഞനായി മാറി. തൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അസുരന്മാരുമായി പോരാടാൻ പറഞ്ഞുവിടുകയോ? ആ പിതൃഹൃദയം ശോകാർദ്രമായി. വിശ്വാമിത്ര മുനിയെ പിണക്കാനുമാവില്ല. വിഷണ്ണനായ ദശരഥൻ തൻ്റെ ഗുരുവായ വസിഷ്ഠനോട് തൻ്റെ സങ്കടം ഉണർത്തിച്ചു. വസിഷ്ഠൻ അദ്ദേഹത്തോട് പറഞ്ഞു: രാജൻ, അങ്ങയോട് ഞാനൊരു രഹസ്യം പറയാം. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് ബ്രഹ്മാവിൻ്റെ പുത്രനായ കശ്യപ പ്രജാപതിയായിരുന്നു. കൗസല്യാദേവി ആകട്ടെ അങ്ങയുടെ പത്നിയും ദേവമാതാവുമായ അദിതിയായിരുന്നു. നിങ്ങളിരുവരും വിഷ്ണുഭക്തരായതിനാൽ ഏറെക്കാലം വിഷ്ണുവിനെ ധ്യാനവും തപവും ചെയ്തു. എന്തു വരം വേണമെന്ന് നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുത്ത മറുപടി തങ്ങളുടെ മകനായി ഭഗവാൻ പിറക്കണമെന്നാണ്. ആ വരപ്രസാദമായാണ് നിങ്ങൾക്ക് രാമൻ ജനിച്ചത്. സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമാണ് രാമൻ. ആദിശേഷനാണ് ലക്ഷ്മണനായി പിറവിയെടുത്തിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ ശംഖും ചക്രവുമാണ് ഭരതനും ശത്രുഘ്നനുമായി പിറവിയെടുത്തിരിക്കുന്നത്. യോഗമായാദേവിയും മനുഷ്യസ്ത്രീയായി പിറവിയെടുത്തു കഴിഞ്ഞു. മിഥിലാപുരിയിലെ ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീത. രാമനും സീതയും ഒന്നിക്കേണ്ടത് ജന്മലക്ഷ്യമാണ്. അവതാര ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതാണ്. അതിനായി ഒരു നിമിത്തമായാണ് വിശ്വാമിത്രൻ എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ അങ്ങ് മനോവ്യഥകളകന്ന് രാമലക്ഷ്മണന്മാരെ മഹർഷിയോടൊപ്പം യാത്രയാക്കൂ. ഭഗവാന്റെ മായാലീലകൾ കേട്ട് അത്ഭുത പരതന്ത്രനായ ദശരഥൻ പൂർണ്ണ മനസ്സോടെ രാമനെയും ലക്ഷ്മണനെയും മഹാമുനിയായ വിശ്വാമിത്രനൊപ്പം പോകാൻ അനുവദിച്ചു. വിശ്വാമിത്രൻ മുൻപെയും വില്ലും നിറഞ്ഞ ആവനാഴിയും വാളും ആയുധങ്ങളായി എടുത്ത് രാമനും ലക്ഷ്മണനും അദ്ദേഹത്തിനു പിന്നിലുമായി നടന്നു. അവതാരമൂർത്തിയായ രാമൻ അവതാരലക്ഷ്യം പൂർത്തീകരിക്കുവാനുള്ള യാത്ര ആരംഭിച്ചു. രാമായണ യാത്ര. രാമായണം എന്ന് പേര് തന്നെ വന്നത് രാമൻ്റെ അയനം എന്നതിനാലാണെന്ന് പണ്ഡിതർ പറയുന്നു. അയനം എന്നാൽ യാത്ര. അപ്പോൾ രാമൻ്റെ യാത്രയുടെ കഥ അല്ലെങ്കിൽ രാമൻ്റെ യാത്ര തന്നെയാണ് രാമായണം. രാമായണത്തിലുടനീളം നാം കാണുന്നതും ആ യാത്ര തന്നെ. കഥയിലേക്ക് വരാം. മഹർഷിക്ക് പിന്നാലെ ഏറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു വനപ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ബല, അതിബല എന്ന 2 ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. വിശപ്പും ദാഹവും അറിയാതിരിക്കാനുള്ള ഈ മന്ത്രങ്ങൾ സ്വായത്തമാക്കിയപ്പോൾ രാമലക്ഷ്മണന്മാർ കൂടുതൽ ഊർജ്ജസ്വലരായി. ക്രൂരമൃഗങ്ങളുടെ ഘോര ശബ്ദമുള്ള വനം, ചീവീടുകളുടെ ശബ്ദം, ഭയാനകമായ അന്തരീക്ഷം. ആ ഘോരവനത്തെ വീക്ഷിച്ചുകൊണ്ടിരുന്ന കുമാരന്മാരോട് മഹർഷി പറഞ്ഞു: ഇത് താടക എന്ന ഉഗ്രരാക്ഷസിയുടെ താമസസ്ഥലമായ താടകാവനമാണ്. ഏറെ നാളായി ജീവനിൽ ഭയമുള്ള ആരും ഈ വഴിയെ പോകാറേയില്ല. ലോകനാശിനിയായ താടകയെ നിങ്ങൾ നിഗ്രഹിക്കണം. സ്ത്രീ ആയതിനാൽ അത് ചെയ്യാമോ എന്ന ശങ്ക ഒട്ടും തന്നെ വേണ്ട. മുനിയുടെ വാക്കുകൾ കേട്ടയുടനെ രാമൻ തൻ്റെ വില്ലിൻ്റെ ഞാൺ വലിച്ചുവിട്ടു. ഞാണൊലി വനത്തിൽ ഒരു ഘോര ശബ്ദമായി പ്രതിധ്വനിച്ചു. ശബ്ദത്തിൻ്റെ പ്രഭവകേന്ദ്രം ലക്ഷ്യമാക്കി താടക ഓടിയടുത്തു. ഭീകരരൂപിയായ ആ രാക്ഷസി രാമനെ ആക്രമിക്കാനായി പാഞ്ഞടുത്തു. രാമൻ്റെ ആവനാഴിയിലെ ശക്തമായ ഒരസ്ത്രം താടകയുടെ മാറിടം പിളർന്നു. സന്തോഷവാനായ വിശ്വാമിത്രൻ രാമനെ ഗാഠഗാഠം പുണർന്നു. ദുഷ്ടനിഗ്രഹത്തിനായി മനുഷ്യജന്മം സ്വീകരിച്ച മഹാവിഷ്ണു,
അവതാര പുരുഷനായ രാമൻ തൻ്റെ ജന്മലക്ഷ്യത്തിനായുള്ള യാത്രയുടെ ആരംഭത്തിൽ തൻ്റെ ആവനാഴിയിലെ ആദ്യ അസ്ത്രം തൊടുത്തുകൊണ്ട് യാത്ര ആരംഭിക്കുകയാണ്. കാടിൻ്റെ മടിത്തട്ടിലിരുന്ന് വിശ്വാമിത്ര മഹർഷി രാമന് അനേകായിരം ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. എല്ലാം ഹൃദിസ്ഥമാക്കിയ രാമൻ കൂടുതൽ ഊർജ്ജസ്വലനായി. വനത്തിനുള്ളിലെ കാമാശ്രമത്തിൽ അവർ മൂവരും അന്ന് താമസിച്ചു. ഇനി സിദ്ധാശ്രമത്തിലേക്ക്, അവിടുത്തെ യാഗരക്ഷ, അതിനുശേഷം മിഥിലാപുരിയിലേക്ക്, സീതാ സ്വയംവരത്തിലേക്ക്. തുടർന്നും കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാമപഥം 3-ാം ഭാഗവുമായി ഉടൻ എത്തുന്നു. രാമമന്ത്രം നമുക്ക് ഉറക്കെ ജപിക്കാം. ശ്രീരാമദൂതം മനസാ